ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാസ്ക്കറ്റ് വാൻഡ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫാമിൽ സുന്ദരിയായി വിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് റിംഗോ സ്റ്റൈലിസ് ഓർക്കിഡുകളാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കാലത്ത് ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ഈ റിംഗോ സ്റ്റൈലിസിൻ്റെ മണമാണ് കേട്ടോ ഷെഡ് മുഴുവനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ബാസ്ക്കറ്റ് വാൻഡ ഓർക്കിഡുകളുടെ ബ്ലൂമിങ് സൈസിലുള്ള പ്ലാന്റുകളുടെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിത്ത് ഫ്ലവറോ ബഡോ ആയിട്ടുള്ള പ്ലാന്റുകളല്ല ഓഫർ ചെയ്യുന്നത്. ബ്ലൂമിങ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള പ്ലാന്റുകളാണ്. ബ്ലൂമിങ് സ്റ്റേജിൽ ആയിട്ടുള്ള പ്ലാന്റുകൾ, അതേപോലെ തന്നെ വാൻഡയുടെ സീഡ്ലിങ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ വളരെ അപൂർവമായിട്ട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് വാൻഡയുടെ സീഡ്ലിങ് എടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം വാൻഡയുടെ സീഡ്ലിങ് ഞാൻ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം വാൻഡ എന്ന് പറയുന്നത് വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ വളരെ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ ആയുസിൻ്റെ ആ ഒരു സമയം കൊണ്ട് അത് വലുതായി ഫ്ലവർ ചെയ്യുമോ എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ വാൻഡയുടെ സീഡ്ലിങ് വാങ്ങി വളർത്തിയിട്ടില്ല. അപ്പോൾ വാൻഡയുടെ സീഡ്ലിങ് വാങ്ങി വളർത്തി ഫ്ലവർ ആയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ വാൻഡ സീഡ്ലിങ്സ് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്, സീഡ്ലിങ് വാങ്ങി വളർത്തി ഫ്ലവർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ. നമുക്ക് പലപ്പോഴും ഇങ്ങനെ സീഡ്ലിങ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിയാവുന്ന ഒന്നോ രണ്ടോ വെറൈറ്റിയൊക്കെ നമ്മൾ മാറ്റി വെച്ച് വളർത്താൻ വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. എനിക്കത് ഒരുപാട് സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ സീഡ്ലിങ് എടുക്കുന്നത് പലപ്പോഴും വളരെ കുറച്ച് അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് മാത്രം വേണ്ടി നമ്മൾ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള വാൻഡകളാണ്. നല്ല ഹെൽത്തിയായ അടിപൊളി റൂട്ടുകളുള്ള, എല്ലാം തന്നെ നമുക്ക് ഗാർഡനിൽ വന്ന് പുതിയ റൂട്ടുകൾ ഫോം ചെയ്തിട്ടുള്ള വാൻഡകളാണ് കേട്ടോ. ഇപ്പോൾ ബ്ലൂമിങ് സ്റ്റേജിലുള്ള വാൻഡകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാൻഡകൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം. അതുപോലെ തന്നെ പിറ്റത്തെ ആഴ്ച ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും വാൻഡയുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വാൻഡ ബഡ് ചെയ്യുള്ളൂ. നമ്മൾ എന്ത് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയയിലാണ് നമ്മുടെ വാൻഡ കിടക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക്. എന്നാൽ ഇനിയുള്ള ചൂടിൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇനി വരുന്ന 2-3 മാസം നല്ല കടുത്ത ചൂടാണ്. അപ്പോൾ അന്നേരം ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ പ്ലാന്റുകൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം നല്ല രീതിയിൽ ചൂടും അതേപോലെ തന്നെ നല്ല വെളിച്ചവും കിട്ടുന്ന ഭാഗത്തിട്ടാലാണ് ബാക്കി എല്ലാ ഓർക്കിഡുകളെയും പോലെ നമ്മുടെ വാൻഡയും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുള്ളൂ. പിന്നെ ഡെൻഡ്രോബിയം പോലെ ഒരു ഫ്ലവർ കഴിയുമ്പോഴത്തേക്കും അടുത്ത ബഡ് എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് നമ്മൾ വാൻഡ വളർത്തരുത്. ഒരു ഒരു ഇടവേളയിൽ തന്നെയാണ് വാൻഡയിൽ ഫ്ലവർ ചെയ്യുക. പക്ഷേ വിരിയുമ്പോൾ പൂക്കളുടെ വലിപ്പവും അതേപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനും കളറിൻ്റെ ഭംഗിയൊക്കെ വാൻഡയിൽ നല്ല രസമായിട്ട് വരാറുണ്ട്. നമുക്ക് ഡെൻഡ്രോബിയത്തിൽ കിട്ടുന്ന കളറുകളെക്കാളും നല്ല അടിപൊളി കളറുകൾ വാൻഡയിൽ കിട്ടാറുണ്ട്. അതുപോലെ ഒരുപാട് വലിപ്പമുള്ള പൂക്കളും കുഞ്ഞു പൂക്കളൊക്കെ വരുന്നൊരു കാറ്റഗറി തന്നെയാണ് വാൻഡ. അപ്പോൾ എല്ലാ ചെടികളെയും പോലെ തന്നെ ഈ വേനൽക്കാലത്ത് വാൻഡകൾക്കും പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. 2 നേരം നനച്ചു കൊടുക്കുക. കാലത്ത് നനയ്ക്കുന്ന സമയത്ത് പ്ലാന്റ് മൊത്തമായും നനയുന്ന രീതിയിൽ റൂട്ടും അതുപോലെ പ്ലാന്റ് മൊത്തം നനയുന്ന രീതിയിൽ നനയ്ക്കുക. വൈകിട്ട് നനയ്ക്കുമ്പോൾ പ്ലാന്റിൻ്റെ റൂട്ടുകൾ നല്ല പോലെ നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട ആ ഒരു സുന്ദരി വാൻഡ തൊട്ടിട്ടാണ് നമുക്ക് വാൻഡകൾ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വാട്സപ്പിൽ വന്ന് വാൻഡയാണോ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. അതേപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാൻഡകളുടെ പ്രൈസും ഡീറ്റെയിൽസും അറിയാൻ പറ്റും. 850 റുപ്പീസാണ് നമ്മുടെ വാൻഡകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റീസ് അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള വാൻഡകൾക്ക് റേറ്റ് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നോർമൽ ടൈപ്പ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന വാൻഡകളും അതുപോലെ തന്നെ എല്ലാം തന്നെ ഹൈബ്രിഡായ വാൻഡകളാണ്. അതുകൂടാതെ കുറേയേറെ എക്സോട്ടിക് ആയ വെറൈറ്റീസ്, ടെസ്ലാറ്റ വെറൈറ്റീസ്, നല്ല സുഗന്ധമുള്ള വാൻഡ വെറൈറ്റീസൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 25-ലധികം വെറൈറ്റി വാൻഡ നമ്മുടെ കളക്ഷനിലുണ്ട്. പ്ലാന്റ്സ് വേണ്ടവരെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതേപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വൈകിയെന്ന് കരുതി ആരും പരിഭവമൊന്നും കരുതരുത്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ആവറേജ് സൈസ് ഇന്ന സൈസാണ് വരിക എന്ന് പറഞ്ഞ് കാണിക്കാനുണ്ടാവും. എക്സാക്ട് പ്ലാന്റ്, അതായത് നമ്മൾ ഏത് പ്ലാന്റാണോ അയച്ചു തരുന്നത് ആ പ്ലാന്റിൻ്റെ ഫോട്ടോ നമ്മൾ പാക്കിങ്ങിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ കസ്റ്റമർക്ക് ഇട്ട് തരുന്നതാണ്. പിന്നെ ഓരോ പ്ലാന്റുകളും അതിൻ്റെ വെറൈറ്റി അനുസരിച്ച് തന്നെ സൈസിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. ചെറിയ സൈസാണെന്ന് കരുതിയിട്ട് അത് ആ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റിയുടെ ബേബി പ്ലാന്റ് എന്നല്ല അർത്ഥം.
ആ ഒരു സൈസിൽ തന്നെ നിന്ന് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളാണത്. അസ്കോ ഗരായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. തീരെ ചെറിയ പ്ലാന്റാണ് വരുന്നത്. വളരെ കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണത്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. പിന്നെ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുക. ബാക്കി പ്ലാന്റുകൾ പോലെയല്ല, വേണ്ട നമുക്ക് ഒതുക്കി പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സ് സൈസ് ഒരു ഇത്തിരി വലുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജിനും വ്യത്യാസങ്ങളുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വാൻഡ് അയക്കുന്ന സമയത്ത് പ്ലാന്റ് വരുമ്പോൾ ഉള്ള അതേ ഹാങ്ങറോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഒരു സംശയമുള്ളത്, നമുക്ക് ഈ ടാഗിൽ വിരിയുന്ന അല്ലെങ്കിൽ റഫറൻസ് പിക്ക് പറയുന്നത് തന്നെയാണോ ഫ്ലവർ വിരിയുക എന്നുള്ളത്. 99% നമുക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ വാൻഡകൾ ഇതുവരെ കളർ മാറി വിരിഞ്ഞിട്ടില്ല. നമുക്ക് ആകെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് റിംഗോ സ്റ്റൈലിസിൻ്റെ കാര്യത്തിലാണ്. റിംഗോ സ്റ്റൈലിസ് നമുക്ക് ഓറഞ്ച് കളറിൽ ടാഗ് വന്ന പ്ലാന്റിൽ അത്രയും ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോയിൽ കണ്ടതിൻ്റെ ഒരു 10% മാത്രം ഓറഞ്ച് കളറായിട്ട് റിംഗോ സ്റ്റൈലിസ് ഓറഞ്ച് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നമുക്കൊരു എന്താ പറയുക, ഈ ടാഗിൽ നിന്ന് മാറി വിരിഞ്ഞ ഒരു അപവാദം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് റഫറൻസ് പിക്കിൽ കാണിച്ചിട്ടുള്ള അതേ ഐറ്റം തന്നെയാണ് കേട്ടോ വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.